മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടൻ ശ്രീനിവാസൻ. തനിക്ക് പറയാനുള്ള ഏതൊരു കാര്യവും ആരുടെ മുഖത്ത് നോക്കി പറയാൻ മടി കാണിക്കാത്തൊരു താരം കൂടിയാണ് ശ്രീനിവാസൻ. സൂപ്പർ താര ചിത്രങ്ങൾക്കിടയിലും ശ്രീനിവാസൻ നായകനായി എത്തുന്ന സിനിമകൾക്ക് എന്നും ജനസ്വീകാര്യത ലഭിച്ചിട്ടേ ഉള്ളൂ. ചിന്താവിഷ്ടിയായ ശ്യാമള, പൊന്മുട്ടയിടുന്ന താറാവ്, അറബിക്കഥ തുടങ്ങിയ നിരവധി സിനിമകളിലെല്ലാം ഇതിന് ഉദാഹരണവുമാണ്. നായകനായി അഭിനയിക്കുമ്പോൾ തന്നെ ക്യാരക്ടർ റോളുകളും ശ്രീനിവാസൻ ചെയ്തിരുന്നു. ശ്രീനിവാസൻ്റെ പല കോമഡി സീനുകളും ഇന്നും ജനപ്രിയമായി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. ശ്രീനിവാസൻ്റെ ജനപ്രിയ ചിത്രങ്ങളിലൊന്നാണ് 1988 പുറത്തിറങ്ങിയ പൊന്മുട്ടയിടുന്ന താറാവ്. ഇത് വലിയ ഹിറ്റുമായിരുന്നു അക്കാലത്ത്. സത്യനന്ദിക്കയുടെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ഇന്നസെൻ്റ്, KPS ലളിത, ജയറാം തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തതും. ഇന്നും ഈ സിനിമയ്ക്ക് സ്വീകാര്യത ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. അടുത്തിടെ താരത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നതിനെ തുടർന്ന് വളരെ ഏറെ നാൾ വിശ്രമത്തിലുമായിരുന്നു. മലയാള സിനിമയിലെ പ്രശസ്തനായ എഴുത്തുകാരിലൊരാളായ ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈയിടെയായി ഒതുങ്ങി നിൽക്കുകയാണ്. ഫഹദ് ഫാസിൽ നായകനായ ഞാൻ പ്രകാശൻ 2018 ഇറങ്ങിയ ചിത്രമാണ്. ആ ചിത്രമാണ് അദ്ദേഹം അവസാനമായി എഴുതിയത്. ഇതിനുശേഷം സിജു വിൽസൺ നായകനാകുന്ന ഒരു ചിത്രത്തിൻ്റെ തിരക്കഥയാണ് ഇപ്പോൾ താരം എഴുതിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ഇതാ താരത്തിനെ തേടി അതീവ ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനിവാസൻ്റെ സഹോദരൻ മരണപ്പെട്ടു എന്ന വാർത്ത ഇന്ന് രാവിലെയാണ് പുറം ലോകം അറിയുന്നത്. ശ്രീനിവാസൻ്റെ എല്ലാമായ സഹോദരൻ PK രവീന്ദ്രൻ ചെന്നൈയിൽ വച്ചാണ് അന്തരിച്ചത്. മരണവിവരം അറിഞ്ഞതിനെ തുടർന്ന് ശ്രീനിവാസനും കുടുംബവും ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.